ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഡോയിഷ് എക്സാം കഴിഞ്ഞു. A2 എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. നമുക്കിനി പൂർവാധികം ശക്തിയോടുകൂടിയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമുക്കാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കുറേ കുട്ടികളാണെന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നെങ്കിൽ മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, നമ്മളാണെന്നെങ്കിൽ ഫ്രഷറായിട്ട് വന്നു കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ? ഫ്രഷറായിട്ട് വന്നിട്ട് ജോബ് കിട്ടത്തില്ലെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഫ്രഷറായിട്ട് വന്നിട്ടാണെങ്കിൽ ജോബ് കിട്ടിയില്ല എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു മറുപടി പറയാൻ വേണ്ടിയുള്ളത്, ഫ്രഷായിട്ട് വന്ന് ജോലി കയറിയ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്ന എല്ലാവർക്കും ഫ്രഷായിട്ട് കയറി വരുന്ന എല്ലാവർക്കും ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉറപ്പ് എങ്ങനെ പറയാൻ സാധിക്കും? 100% ഉറപ്പ് ഒരിക്കലും എനിക്കൊന്നിനും പറയാൻ പറ്റത്തില്ല. അതിപ്പം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പോലും വന്നിട്ട് 3-4 മാസമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും ആൾക്കാർ 4 മാസം ആയിട്ട് ജോബ് കിട്ടാതിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ വന്നൊരാഴ്ച കഴിഞ്ഞിട്ട് ജോബിന് കയറുന്നവരുമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെങ്ങനെ ജോബിനെ തപ്പിപ്പോകുന്നു, ജോബ് എടുക്കുന്നു, നിങ്ങളുടെ CV എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടിരിക്കും. ഓക്കെ, എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പോയിട്ട് ഇൻ്റർവ്യൂ കറക്റ്റായിട്ട് പെർഫോം ചെയ്യണമെന്നില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ പോയിട്ട് അഴുക്കായിട്ട് ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യണമെന്നില്ല. അയാൾ ബെറ്ററായിട്ട് ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജോബ് കിട്ടാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിരിക്കും അതിൻ്റെ മാനദണ്ഡം. ചില ആൾക്കാർ അഡ്വർടൈസ്മെൻറ്റ് ഇടുമ്പോഴത്തേന്ന് തന്നെ അതിനകത്ത് പറയും മിനിമം 2 year എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് പറയും. അങ്ങനെയുള്ളിടത്ത് ചിലപ്പം നിങ്ങൾ ഫ്രഷായിട്ട് ഒരാൾ കയറി കഴിഞ്ഞാൽ എടുത്തെന്ന് വരത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലിനിക്കൽ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് അവിടെ ആണെന്നെങ്കിൽ ഫ്രഷർ ആണെങ്കിൽ പോലും അവരെടുക്കാറുണ്ട്. കാരണം അവിടെ ആണെന്നെങ്കിൽ സാലറിയാണ് അവർ നോക്കുന്നത്. അപ്പം ഒരു ഫ്രഷറിനാണെന്നെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഒരു 5000 dirhams സാലറി കൊടുത്തു കഴിഞ്ഞാൽ അവരടുത്തോട്ട് കയറാമല്ലോ എന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ചോദിച്ച മറ്റൊരു ഡൗട്ടാണ്, ചില ഡെൻ്റൽ ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിലാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ബെനിഫിറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു ഡെൻ്റൽ നേഴ്സായിട്ട് നിൽക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഐസിയിൽ തന്നെ വർക്ക് ചെയ്യണോ, ക്രിട്ടിക്കൽ കെയർ നേഴ്സിംഗിൽ തന്നെ നിൽക്കണോ എന്നുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് ഇത്രയും കാശ് മുടക്കി നിൽക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യുക. തൽക്കാലത്തേക്ക് ഉള്ളൊരു സാലറി ഏൺ ചെയ്യാൻ വേണ്ടി നോക്കുക. അവിടെ നിന്നുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ സാലറി ഏൺ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിലും ബെറ്റർ ഇൻ്റർവ്യൂസ് വരുമ്പോഴത്തേന് അറ്റൻഡ് ചെയ്യുക. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ മാറാൻ നോക്കുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നിന്ന് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന കോഴ്സിന് ഇന്ന ഹോസ്പിറ്റലിലേക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിന്ന് പോകത്തേ ഉള്ളൂ.